കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ മാർച്ച് 5 തന്നെ യുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും എന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം ഇപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിവരുന്ന ആ യാത്രയ്ക്കൊടുവിൽ മാത്രമേ യുടെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഏതാണ്ട് വ്യക്തത വരികയുള്ളൂ എന്നാണ് ഇന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മാത്രമല്ല UDFന് ഇപ്പോൾ ഒരു ആത്മവിശ്വാസമുള്ള സർവേകളും മറ്റുമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേയിലും UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടും എന്നൊക്കെയാണ് ആ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളെ പിന്നീട് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ട എന്നും മറ്റുമായിരുന്നു CPMന്റെ തീരുമാനം. ആ തീരുമാനം ഇപ്പോൾ CPM പുനഃപരിശോധിക്കുകയാണ്. 2 വർഷം ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചവർക്ക് വീണ്ടും അവസരം കൊടുക്കേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ CPMനില്ല. വിജയസാധ്യത നോക്കി അങ്ങനെയുള്ളവർക്ക് ഇളവ് നൽകാൻ തന്നെയാണ് CPM തീരുമാനം. മാത്രവുമല്ല, ജയസാധ്യത കണക്കിലെടുത്ത് സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിക്കുന്ന കാര്യവും CPM ആലോചിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഏതായാലും സംസ്ഥാന മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ ഒന്നും മത്സരിപ്പിക്കേണ്ട എന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതായത് ആലപ്പുഴയിൽ നേരത്തെ മത്സരിക്കും എന്ന് കേട്ടിരുന്ന തോമസ് ഐസക് മത്സരരംഗത്തുണ്ടാവില്ല. പകരം അരൂർ MLA ആരിഫായിരിക്കും ഒരുപക്ഷെ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുക. അതുപോലെ തന്നെ ചാലക്കുടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കുമെന്ന് നേരത്തെ ശ്രുതിയുണ്ടായിരുന്നു. അതുകൊണ്ട് C രവീന്ദ്രനാഥും അവിടെ മത്സരിക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഏറ്റവും അധികം വിജയസാധ്യത CPM കൽപ്പിക്കുന്ന 2 MPമാരുടെ കൂട്ടത്തിൽ ആദ്യം പറയേണ്ട പേര് A സമ്പത്തിന്റെ പേര് തന്നെയാണ്. ആറ്റിങ്ങലിൽ A സമ്പത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് CPM ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 2 തവണ MP ആയിരുന്നു എന്നുള്ള ആ ഒരു മാനദണ്ഡം സമ്പത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ പാലക്കാട് MP രാജേഷിന്റെ കാര്യത്തിലും ആ ഒരു പരിഗണന CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കില്ല എന്നാണ് വ്യക്തമായ സൂചന വരുന്നത്. പക്ഷേ ആലത്തൂരിൽ PK ബിജു ഇത്തവണ മത്സരിച്ചേക്കില്ല. പകരം K രാധാകൃഷ്ണൻ തന്നെയാകും മത്സരിച്ചേക്കും എന്നുള്ള സൂചന കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്നത്. കാരണം K രാധാകൃഷ്ണൻ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് K രാധാകൃഷ്ണൻ തന്നെ ആലത്തൂരിൽ സ്ഥാനാർത്ഥി ആകുമെന്നും പ്രതീക്ഷിക്കാം. MLAമാർ മത്സരിച്ചേക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എറണാകുളം തിരിച്ചുപിടിക്കാൻ CPM S ശർമ്മയെ തന്നെ KV തോമസ് ആണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിർത്തിക്കൂടാ എന്നുമില്ല. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഈ സർവേ ഫലങ്ങൾ ദേശീയ തലത്തിലും കേരളത്തിലുമൊക്കെ വിവിധ ഏജൻസികൾ നടത്തിയ സർവേ ഫലങ്ങളിൽ CPMനും LDFനുമാണ് തിരിച്ചടി കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ള ഫലങ്ങൾ വരുമ്പോൾ ആ സർവേ ഫലങ്ങൾ അത്ര ശരിയല്ല എന്ന് CPMനെ കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ LDFനെ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി MLAമാരെയും 2 തവണ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MPമാരെയും വീണ്ടും മത്സരിപ്പിക്കാൻ CPM തയ്യാറെടുക്കുന്നത്.